ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പരിശുദ്ധനായ ദൈവം എനിക്ക് ഒരുക്കി തരുന്ന ഈ നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. തിരുസന്നിധിയിൽ ഇരുന്നു കൊണ്ട് തിരുവചന ധ്യാനത്തിലൂടെ കർത്താവിൻ്റെ മക്കളോട് കർത്താവിന് ഇന്ന് പറയാനുള്ളത്, പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ പരിശുദ്ധ ദൈവം എൻ്റെ ഹൃദയത്തിൽ തിരുവെഴുത്ത് തെളിയിച്ചു തരുന്ന ആത്മീക ദൂതിൻ്റെ ഒരു കൊച്ചു ഭാഗം ഈ സന്ദേശത്തിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. ലോകമെമ്പാടും ഇരുന്നു കൊണ്ട് ദൈവവചന കേൾവിക്ക് വേണ്ടി ആത്മാർത്ഥത കാണിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം ദൈവമായ കർത്താവ് നമ്മെ ധന്യമാക്കി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ആത്മരക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന സർവാധികാരിയായ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും ആരാധനയും സ്തുതിയും സ്തോത്രവും എല്ലാം കരയറ്റിക്കൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കാൻ എടുക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 8-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആദ്യത്തെ വാചകം, എഴുന്നേറ്റ് കൊടുക്കുകയില്ലെങ്കിലും ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുവോളം കൊടുക്കും. നമ്മുടെ കർത്താവായ യേശു പ്രാർത്ഥനയെക്കുറിച്ച് തൻ്റെ ജനത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടി പറഞ്ഞ ഉപമകൾ തിരുവെഴുത്തിൽ 2-3 ഉണ്ട്. അതിൽ അർദ്ധരാത്രിയിലെ സ്നേഹിതൻ എന്ന് പൊതുവിൽ അറിയപ്പെടുന്ന പ്രാർത്ഥനാ സംബന്ധമായിരിക്കുന്ന ഒരു ഉപമയിലെ ഒരു കൊച്ചു ഭാഗമാണ് ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തത്. ആ ഉപമയുടെ അഥവാ ആ കഥയുടെ സാരം, ഒരുവൻ്റെ വീട്ടിൽ അവൻ ഏറ്റവും ഉറ്റമിത്രമായിരിക്കുന്ന ഒരുവൻ രാത്രിയായപ്പോൾ അപ്രതീക്ഷിതമായി കയറി വന്നിരിക്കുന്നു. വിശന്ന് വലഞ്ഞ് ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ രാത്രിയെ ഏതെങ്കിലും വിധത്തിൽ കൈകാര്യം ചെയ്യേണ്ടതിന് സ്നേഹിതൻ്റെ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്ന സ്നേഹിതന് കൊടുക്കാൻ രാത്രിയിലെ ആഹാരമില്ലാത്തതുകൊണ്ട് ഈ സ്നേഹിതനോട് കടപ്പാടുള്ള മറ്റൊരു സ്നേഹിതൻ്റെ അടുക്കൽ ഈ വീട്ടുകാരനായിരിക്കുന്ന സ്നേഹിതൻ ചെല്ലുന്നതാണ് കഥയുടെ സാരം. ഒരു സ്നേഹിതൻ്റെ അടുക്കൽ ചെന്ന്, എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു സ്നേഹിതൻ വന്നിരിക്കുന്നു, എനിക്കൊരു 3 അപ്പം വായ്പ തരണം എന്ന് പറഞ്ഞ് ചെന്നിരിക്കുന്ന വേളയിൽ ആദ്യത്തെ മറുപടികളെല്ലാം തിരസ്കരണത്തിൻ്റെയാണ്. ഇത് പ്രാർത്ഥനയുടെ ഉപമയാണ് കേട്ടോ. തിരസ്കരണം, അയ്യോ വാതിലടച്ചിരിക്കുക, കുഞ്ഞുങ്ങളെൻ്റെ കൂടെ കിടക്കുക, എനിക്ക് എഴുന്നേക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് തിരസ്കരണത്തിൻ്റെ മറുപടികൾ വന്നു. പക്ഷെ നമ്മളിപ്പോൾ കർത്താവ് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചത് 8-ാമത്തെ വാക്യത്തിനകത്ത് ആദ്യം എഴുതിയിരിക്കുന്നത് എഴുന്നേറ്റ് തരിക ഇല്ലെങ്കിലും. പക്ഷേ ഈ വന്ന കക്ഷി സഹിഷ്ണുതയുള്ളവൻ, ക്ഷമയോടെ കാത്തു നിൽക്കുന്നവൻ, അകത്ത് കിടക്കുന്ന ആളുടെ മനസ്സറിയുന്നവൻ, അപ്പത്തിൻ്റെ ആവശ്യകത ബോധമുള്ളവൻ, വീട്ടിലിരിക്കുന്ന സ്നേഹിതൻ്റെ വിശപ്പറിയുന്നവൻ, അങ്ങനെയൊക്കെ ഒരുപാട് ഗുണമുള്ളവനായി ഈ വാതുക്ക മുട്ടിക്കൊണ്ട് നിൽക്കുന്നവൻ. എടുത്തിയാട്ടക്കാരനും കോപിഷ്ഠനും അന്നാ നിൻ്റെ അപ്പവും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വാതിലിൻ്റെ ഒരു തൊഴിയും കൊടുത്തിട്ട് പോകുന്ന മനസ്ഥിതിയുള്ള ആളാണെങ്കിൽ ആയുസ്സിൽ അപ്പം കിട്ടത്തുമില്ല, പട്ടിണി കിടക്കത്തുള്ളൂ. പക്ഷേ ഈ വാതിക്കൽ സഹിഷ്ണുതയോടെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഇവിടെ പറയുന്നത് ഏതെങ്കിലും കഥയിലെ ഒരു സ്നേഹിതനെ അല്ല. ഇവിടെ കർത്താവ് അവതരിപ്പിക്കുന്നത് അകത്ത് കിടക്കുന്ന സ്നേഹിതൻ കർത്താവായ യേശുവിന് നിഴലാണ്. ആ കർത്താവിൻ്റെ വാതിക്കൽ എന്ന് വേണം അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ. യേശു പറഞ്ഞ കഥാപാത്രങ്ങളിൽ ആ കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുക്കുമ്പോൾ, ആളത്വം കൊടുക്കുമ്പോൾ ഈ അകത്ത് തടസ്സങ്ങൾ പറഞ്ഞു കിടക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നിഴലാണ്. അപ്പോൾ നമുക്ക് ഈ വാതിലിനെ കർത്താവിൻ്റെ വാതിലെന്ന് വിളിച്ചാൽ തെറ്റില്ലല്ലോ. കർത്താവിൻ്റെ വാതിക്കൽ വരുമ്പോൾ എല്ലാറ്റിനേക്കാളും പ്രാധാന്യം സഹിഷ്ണുതയാണ്. വളരെ ക്ഷമയോടെ കാത്തു നിൽക്കാനുള്ള മനസ്സാണ്. ബാക്കി നമ്മൾ ഉടുത്തിരിക്കുന്ന തുണിയോ, നമ്മൾ വന്ന സ്ഥലമോ, നമ്മുടെ ശരീരഘടനയോ, നമ്മുടെ ശബ്ദത്തിൻ്റെ ഗാംഭീര്യമോ, നമ്മുടെ വാതിലിലേക്കുള്ള മുട്ടിൻ്റെ ആഘാതമോ, ഇതൊന്നുമല്ല അവിടുത്തെ പ്രാധാന്യം. അകത്തുനിന്ന് എന്ത് കേട്ടാലും
അതിനെ ക്ഷമയോടെ ഉൾക്കൊള്ളുക. അത് കൂപ്പുകൈകളോടെ ചോദിച്ചുകൊണ്ടിരിക്കുക, മുട്ടിക്കൊണ്ടേയിരിക്കുക. ഇതാണ് ആ വാതിൽക്കൽ ചെല്ലുന്നവൻ്റെ യോഗ്യതകളിൽ പ്രാധാന്യം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുക, കർത്താവിൻ്റെ വാതിൽക്കൽ നിൽക്കുമ്പോൾ ക്ഷമയോടെ നിൽക്കുക. ഞാൻ ഇന്നലത്തെ സന്ദേശത്തിൽ പറഞ്ഞു, ആ മരുഭൂമിയിൽ കുറച്ചും കൂടി നിൽക്ക്, പുറകെ അത്ഭുതം നടക്കും എന്ന് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരാവശ്യമായി കർത്താവിൻ്റെ മുമ്പിൽ ആ വാതിൽക്കൽ നിൽക്കുവാണോ? തിരിഞ്ഞു പോകാൻ നിങ്ങളെ ഭയങ്കരമായിട്ട് പ്രേരിപ്പിക്കുന്നു. ഇങ്ങേരെങ്കിലും തുറന്നു തരികയല്ല, എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, ഇത് നടക്കുകയല്ല, വേറെ വല്ല വഴി ചിന്തിച്ചാലോ എന്നൊക്കെ നിങ്ങളുടെ മനസ്സ് പറയുകയാണോ? തിരിഞ്ഞ് നടക്കരുത്, പുറം തിരിഞ്ഞ് നിൽക്കരുത്, മുഖം വീർപ്പിക്കരുത്, ഇനി ഞാൻ മുട്ടത്തില്ല എന്ന് വാശി പിടിക്കരുത്. നിങ്ങളുടെ വാതിലെ പിന്നെ മുട്ട്. നിങ്ങൾ വീണ്ടും ആ വാതിലെ മുട്ടിയിട്ട് പറ, സ്നേഹിതാ എന്നെ ഒന്ന് സഹായിക്ക്, ഒന്ന് എഴുന്നേക്ക്, എനിക്ക് 3 അപ്പം വായ്പതാ എന്നാ വാതിക്കലൊന്ന് മുട്ടിക്കൊണ്ട് പിന്നെയും പറ. കുറച്ച് നേരം കൂടി മുട്ടിയാൽ ചിലപ്പോൾ അകത്ത് കിടക്കുന്നവൻ എഴുന്നേക്കും, അവൻ വാതിൽ തുറക്കും. ആ വാതിക്കൽ കുറച്ച് നാളായി എന്തോ വിഷയത്തിന് വേണ്ടി, എൻ്റെ ഒരു കാര്യം നടക്കാൻ വേണ്ടി അങ്ങ് എഴുന്നേറ്റാൽ, അങ്ങ് വാതിൽ തുറന്നാൽ ഞാൻ തൃപ്തനായി എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്ന ആരോ നിങ്ങളുടെ വിഷയത്തിന് മുമ്പിലുണ്ട്. ഈ സന്ദേശം കേൾക്കുന്നതിൽ ആ വാതിക്കൽ നിന്ന് പോകല്ലേ. നിങ്ങളുടെ ശത്രു പിടിച്ചു വലിച്ചിറക്കിക്കൊണ്ട് പോകല്ലേ. വേറെ വാതിൽ ഞാൻ കാണിച്ചു തരാം, വേറെ വഴി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഒരു മനുഷ്യനും നിങ്ങളെ കൊണ്ടുപോകല്ലേ. നിങ്ങൾ വന്നെത്തിയിരിക്കുന്നത്, നിങ്ങൾ മുട്ടുന്നത് കറക്റ്റ് വാതിലിലാണ്. ഇനി വേറൊരു വാതിലില്ല, കൃത്യമായൊരു വാതിലിൻ്റെ വാതിക്കലാണ് നിങ്ങളെ ദൈവം കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അവിടെയാണ് നിൽക്കുന്നത്. നിങ്ങൾ ക്ഷമയോടെ അവിടെ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ ഇന്ന് ഈ സന്ദേശം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി എൻ്റെ മനസ്സിൽ വന്ന എന്താണെന്നറിയാമോ? ആ സ്നേഹിതനില്ലേ, അകത്ത് കിടക്കുന്ന സ്നേഹിതൻ, ആ സ്നേഹിതൻ്റെ വീട് ഏത് പാതിരാത്രിക്കും അപ്പം തീരാത്ത വീടാണ്. അതിനകത്ത് അപ്പമുണ്ട്. അപ്പം എന്ന വാക്കിന് വേദപുസ്തകത്തിൽ ഗംഭീരമായ അർത്ഥങ്ങളുണ്ട്. ഈ പുസ്തകത്തിനകത്ത് മനുഷ്യൻ്റെ ഏതൊരാവശ്യത്തെയും അപ്പം എന്ന് ചിത്രീകരിച്ചിട്ടുണ്ട്. സുറോഫോനിക്കക്കാരി സ്ത്രീ യേശുവിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ കർത്താവ് പറഞ്ഞില്ലേ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കാറില്ല. അപ്പം നുറുക്കുകൾക്ക് വേണ്ടി ആ സ്ത്രീ വീണ്ടും കെഞ്ചുന്നത് കേട്ടില്ലേ നിങ്ങൾ? അപ്പോൾ അവിടെ പറയുന്ന അപ്പം എന്ന് പറയുന്നത് അവളുടെ മകളുടെ വിടുതലിനുള്ള ഒരു സന്ദേശമാണ് അപ്പത്തിനകത്ത് ഉൾപ്പെടുത്തിയത്. അങ്ങനെ ഒരുപാട് അപ്പത്തെക്കുറിച്ച് വേദപുസ്തകത്തിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. പ്രിയരെ, അപ്പം എന്നിവിടെ ഉദ്ദേശിച്ചത് മനുഷ്യൻ്റെ ആവശ്യങ്ങളാണ്. അതിനൊക്കെ അപ്പമായി ചിത്രീകരിച്ച പല വാക്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, അപ്പം തീരാത്ത ഒരു വീടാണ് നിങ്ങളെത്തിച്ചേർന്നിരിക്കുന്ന കർത്താവിൻ്റെ ഭവനം. ആ വീട്ടിൽ ഏത് പാതിരാത്രിക്കും അപ്പമുണ്ട്, ഏത് പ്രഭാതയാമത്തിലും അപ്പമുണ്ട്, ഏത് നട്ടുച്ച വെയിലിലും അപ്പമുണ്ട്. വാതിലൊന്ന് തുറന്നു കിട്ടിയാൽ മതി. ഞാനിങ്ങനെ ചുരുക്കാം. നീ ചോദിച്ചു വന്നിരിക്കുന്ന നിൻ്റെ ആവശ്യത്തിൻ്റെ നിറവേറലിനായി, നിൻ്റെ വീട്ടിലെ പ്രതിസന്ധി, നിൻ്റെ ജീവിത സന്ധാരണത്തിനുള്ള പ്രതിവിധി, നിൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിനുള്ള പരിഹാരം, അതിനുള്ള അപ്പം അതാ വീടിനകത്തുണ്ട്. നീ വന്ന വാതിലിനകത്ത്, നീ മുട്ടിക്കൊണ്ടിരിക്കുന്ന വാതിലിനകത്ത് നിൻ്റെ പ്രശ്ന പരിഹാരത്തിനുള്ള സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ആ വാതിലൊന്ന് തുറന്നാൽ മതി. ഒരിക്കലും അപ്പം തീരാത്ത വീട്ടിൽ ദൈവം നമ്മളെ കൊണ്ടെത്തിച്ചില്ലേ, ആ വാതിക്കലെത്തിച്ചില്ലേ? ഇച്ചിരിയോടെ സഹിഷ്ണുതയോടെ നിൽക്ക്. അപ്പമില്ലാത്ത ഒരുപാട് വാതുകളിൽ പോയി മുട്ടി വിളിച്ചിട്ടും ഒന്നും കിട്ടാതെ ലജ്ജിപ്പിച്ച് ആയുസ് പാഴാക്കി, സമയം പാഴാക്കി നമ്മൾ നടന്ന കാലം ഓർക്കുന്നില്ലേ? എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ മുൻനിർണയത്താൽ കർത്താവിൻ്റെ ഭവനം, അതിൻ്റെ വാതിക്കൽ നമ്മളെ കൊണ്ടെത്തിച്ചു എന്ന് വേണം ഈ ഉപമയുടെ സാരത്തിൽ നിന്ന് ഗ്രഹിപ്പാൻ. ആ വാതിക്കൽ വീണ്ടും തുറക്കും. അപ്പം തീരാത്ത വീട്ടിലെത്തിച്ച ദൈവത്തിന് 1000 നന്ദി കരയേറ്റിക്കൊണ്ട് ഒരല്പം ക്ഷമയോടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മറുപടിക്ക് വേണ്ടി കുറച്ചുകൂടെ അഭയാചന കഴിച്ച് നിൽക്കൂ. അടുത്ത മറുപടി വാക്കുകൊണ്ടായിരിക്കില്ല. കാതോർത്ത് മുട്ടുമ്പോൾ അകത്തു നിന്ന് പതുക്കെ ആ പഴയ വീടിൻ്റെ വാതിലിൻ്റെ ഓടാമ്പലും സാക്ഷിയുമെല്ലാം തുറക്കുന്ന ഒരു ശബ്ദം, ആ വാതിൽപ്പാളികൾ കിരികിരാ ശബ്ദത്തോടെ തുറക്കപ്പെടുന്ന ശബ്ദവും
കൺമുമ്പിൽ അപ്പം തീരാത്ത വീടിൻ്റെ കവാടങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെട്ട് ആ വീട്ടുടയവൻ വേണ്ടുവോളം എടുത്തു തരുന്ന ഒരു സീസൺ എൻ്റെ കർത്താവ് ഈ നാളുകളിൽ, ഈ വർഷാവസാന മാസങ്ങളിൽ നമുക്ക് തരട്ടെ, ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടിരുന്ന സീസൺ തീർന്നിട്ട് വാതിൽ തുറക്കുന്ന, ഓടാമ്പലും സാക്ഷ്യയും ഊരി വീട്ടുടയവൻ കവാടങ്ങൾ തുറന്ന് ആ തിരുമുഖം പ്രകാശിപ്പിക്കുന്ന, കൈ നിറച്ച് ചോദിച്ചതിനേക്കാൾ നനച്ചതിനേക്കാൾ അപ്പുറമായി നിൻ്റെ ആവശ്യകതയുടെ അപ്പമെടുത്ത് നിൻ്റെ കയ്യിൽ തന്നു വിടുന്ന ആ സീസൺ യേശുവിൻ്റെ നാമത്തിൽ ആരംഭിക്കട്ടെ. അതിനുവേണ്ടി ഒരല്പം സഹിഷ്ണുതയോടെ ആ വാതിക്കൽ കുറച്ച് നേരം കൂടി നിൽക്ക്, മുട്ടിക്കൊണ്ട് നിൽക്ക്, അഭയാചന കഴിച്ചുകൊണ്ട് നിൽക്ക്. അത്യുന്നതൻ വാതിൽ തുറക്കും. അപ്പം തീരാത്ത വീടിൻ്റെ വാതിക്കലാണ് നീ നിൽക്കുന്നത്. അകത്ത് നിൻ്റെ ആവശ്യം നിറവേറ്റാനുള്ള ആളുണ്ട്, അതിനുള്ള കരുതലുണ്ട്. വാതിൽ തുറന്നാൽ മതി, തുറക്കും. നമുക്കത് വിശ്വസിക്കാം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്നലെ ഞങ്ങൾ വയറുണങ്ങി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മരുഭൂമിയിൽ കുറച്ചോടെ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെ കണ്ടു. ഇന്ന് ഞങ്ങൾ ആവശ്യബോധത്തോടെ അങ്ങയുടെ വാതിക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുന്ന ആരെയൊക്കെയോ കണ്ടുകൊണ്ടാണ് അങ്ങ് ഈ സന്ദേശം എൻ്റെ കയ്യിൽ തന്നതെന്ന് ഞാൻ അറിയുന്നു. കുറച്ച് നാളുകളായി വാതിക്കൽ നിന്ന് മുട്ടി, തുറക്കപ്പാ, തുറക്ക്, എന്നെ കൂടി ഓർക്ക്, എനിക്കും കൂടി ഒരു സഹായം എന്ന് പറഞ്ഞ് മുട്ടിക്കൊണ്ട് നിൽക്കുന്ന ചിലർക്ക് വേണ്ടി അത്യുന്നതൻ ഉണർന്നു വരും. ആ വീട്ടുടയവൻ എഴുന്നേറ്റ് വരും, തടസ്സങ്ങളൊക്കെ മാറ്റും, വാതിൽ തുറക്കും, വേണ്ടുവോളം അപ്പം തരും. അതിനായി കാത്തിരിക്കുന്നു. ആ സീസൺ യേശുവിൻ്റെ നാമത്തിൽ ആരംഭിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.